വയനാട്ടിലെ ദുരന്തം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് നീതുവായിരുന്നു. നീതുവാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്, വീട്ടിലൊക്കെ വെള്ളമാണ്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. പിന്നെ ഈ നീതു പറഞ്ഞ കുട്ടി എല്ലാവരും കണ്ടപ്പോൾ ഓരോ ഡ്രസ്സുകളും പിന്നെ നൈറ്റുകളും ഒക്കെ ഈ നനഞ്ഞ് കൂട്ടിയവർക്കൊക്കെ മാറ്റാൻ കൊടുത്തു. നീതു പിന്നെ ശ്രീനേട്ടൻ്റെ മോന് ഒരു കുട്ടികൾ മറ്റവരിൽ നിന്ന ഭാഗത്തേക്ക് അവര് 5 ആള്. അപ്പൊ അയാളെ ഭർത്താവ് വിചാരിച്ച് ഞങ്ങളെ ഒക്കുണ്ട് നീതു. പിന്നെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, നീതു വിളിക്കുന്നുണ്ട്. എല്ലാവരും കരച്ചിലും നടപടിയാണ്. അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് 5 പേര് ഒഴുകിപ്പോയി. വീടിന്റെ ഉള്ളിന്നായി പറയണം 5 പേര്. ആ വീട്ടിലെ ഒരു ആളും മരുമകളും വേറെ 4 പേരും അങ്ങനെ ഒഴുകിപ്പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അവിടെ പിടിച്ചു നിന്നു. വയനാട്ടിലെ ദുരന്തം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് നീതുവായിരുന്നു. നീതുവാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം, ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാർ, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. വീട്ടിലൊക്കെ വെള്ളമാണ്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ഹലോ മോളെ, നിങ്ങളെ സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു ഞങ്ങൾക്ക് അറിയില്ല, പറ്റാതെ വെള്ളമായിരുന്നു. അതെന്റെ വീടിന്റെ അയൽവാസിയിലുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ വൈഫ് തന്നെയാണ്. പുള്ളിക്കാരത്തി വിൻസിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആ പുള്ളിക്കാരത്തി എല്ലാം മിസ്സിംഗ് ആണ്. നീതുവിന്റെ വീട്ടിൽ നിരവധി പേർ അന്ന് അഭയം തേടിയിരുന്നു. ആ നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്നത് രക്ഷപ്പെട്ടവർ പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ അപ്പൊ ഈ നീതു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഞങ്ങൾ പോയില്ല ആ വീട്ടിൽ. ആ കുട്ടി പിന്നെ നല്ല മഴയത്താണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നനഞ്ഞാതെ എല്ലാവരും ഉണ്ടായി. അത് ഞങ്ങൾക്ക് 4 മൊബൈലും ഉണ്ട്. ആ ഇത് വെളിച്ചത്തിലാണ് ഞങ്ങൾ കറണ്ട് പോയ സമയമാണ്. കറണ്ടില്ല, ആ ഭാഗത്ത് പ്രദേശത്തെ കറണ്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ നീതു എന്ന് പറഞ്ഞ കുട്ടി എല്ലാവരും കണ്ടപ്പോൾ ഓരോ ഡ്രസ്സുകളും പിന്നെ നൈറ്റുകളും ഒക്കെ ഈ നനഞ്ഞ് കൂട്ടിയവർക്കൊക്കെ മാറ്റാൻ കൊടുത്തു. അങ്ങനെ മാറ്റാൻ കൊടുത്ത് ചൂട് അടുത്ത് വരച്ചും കൊണ്ട് ചൂടുകളൊക്കെ കാറ്റിത്തന്ന് എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് പിന്നെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ അവസാനത്തെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു ഇനി പൊട്ട് വരുന്നുണ്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പൊട്ടുണ്ട്. അപ്പൊ ഇവരെ ഭയപ്പെടുത്തുന്നതായിട്ട് എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം കേട്ട അതേ അലർച്ചയിൽ പിന്നെ ഞങ്ങളെ നയിക്കാതെയായിരുന്നു. എന്താ ചെയ്യാ? അപ്പൊ ഓരോരുത്തരും ഓരോ റൂമിൽ കയറി അഭയം തരും. ഔസേപ്പച്ചന്റെ മോന്, പിന്നെ പേരക്കുട്ടി, ഔസേപ്പച്ചന്റെ ഭാര്യ, അവരൊരു ഭാഗത്തും, ഞങ്ങൾ 20 ആള് ഒരു റൂമിലും. നീതു പിന്നെ ശ്രീനേട്ടന്റെ മോനും പിന്നെ ഗീത എന്ന് പറഞ്ഞൊരു ഞമ്മ മുന്നിലായ പിന്നെ വേറെ ആളും ഒരു റൂമിൽ കയറി. മലവെള്ളം ഇങ്ങോട്ട് വന്നപ്പോ എന്താ നമ്മൾ പോവുകയാണ്. അത് അത്രയ്ക്കും ഭീകരതയിൽ വന്നിട്ട് പിന്നെ അതല്ലേ, അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന റൂമിലേക്ക് ഒരൊറ്റ കയറ്റ വെള്ളം ചളിയും കൂടെ ദൈവം എടുത്തുകൊണ്ട് മരം വന്നില്ല. മരം തള്ളി നമുക്ക് ആ ഒരു പ്രാർത്ഥന. അപ്പൊ ഞങ്ങൾ ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട ആ വെള്ളം ഇറങ്ങി പോയത് മറ്റവര് നിന്ന ഭാഗത്തേക്ക് അവര് 5 ആള്. അഭയം തന്ന വീട്ടുകാരല്ല, വീട്ടുകാരെ മരുമോള് പോയി. അത് ആ സംഘം മൊത്തത്തില് 5 ആള് പോയതിൽ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. അവര് ജീവിച്ചില്ലേ, അപ്പൊ അവരും വിചാരിക്കുന്ന എന്താ ആ സമയത്ത് അങ്ങനെ. അപ്പൊ അയാളെ ഭർത്താവ് വിചാരിച്ച് ഞങ്ങളെ ഒക്കുണ്ട് നീതു. പിന്നെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, നീതു വിളിക്കുന്നുണ്ട്. അവിടുന്ന് മണ്ണിൽ പൂന്തി ചടിയിൽ പൂന്തി വീണ് ഉരുണ്ട് എണിച്ച് അവസരപ്പിച്ചെന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ അവിടെ ഒരു മണിക്കൂറോളം അങ്ങനെ ഇരുന്ന് അവർ വെള്ളത്തെ തിളപ്പിച്ച് അങ്ങനെ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്ന എല്ലാവർക്കും കൂടി. അന്ന് വീണ്ടും ഒരു 4 മണിയായപ്പോൾ ഭയങ്കര ഒച്ച. അപ്പൊ അടുത്തൊരു പൊട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓരോരുത്തരും കുറെ ആൾക്കാർ ഒരു മുമ്പിൽ പോയി, പിന്നെ ഒരു മുമ്പിൽ കുറച്ച് ആൾക്കാർ പോയി, പിന്നെ ഒരു മുമ്പിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് ചുമരും കൂടെ തുളച്ചിട്ട് അങ്ങോട്ട് കയറി വീട്ടിലേക്ക്
എല്ലാവരും കരച്ചിലും നിലവിളിയാണ്. അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് 5 പേര് ഒഴുകിപ്പോയി. വീടിന്റെ ഉള്ളിൽ നിന്നായി പറയണം 5 പേര്. ആ വീട്ടിലെ ഒരു ആളും മരുമകളും വേറെ 4 പേരും അതിനെ ഒഴുകിപ്പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അവിടെ പിടിച്ചു നിന്നു. ഞങ്ങൾ അപകടത്തിലാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. വെള്ളം പൊങ്ങി വരികയാണ്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. നീതുവിന്റെ ശബ്ദത്തിലൂടെ ഒരു നാട്ടിലെ ദുരന്തം പുറംലോകമറിഞ്ഞത് ഇങ്ങനെയാണ്. മേപ്പാടി വിംസ് ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായ നീതു അപകട സമയത്ത് സഹായത്തിനായി വിളിച്ചത് തൻ്റെ സ്വന്തം സഹപ്രവർത്തകരെയാണ്. ഫോണെടുത്ത രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. വീണ്ടും നീതു വിളിച്ചു. ഇത്തവണ ഫോണെടുത്തത് ഡ്യൂട്ടി മാനേജറാണ്. വീണ്ടും ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകും. നീതു പറഞ്ഞത് ഇത്രമാത്രം. പിന്നീട് ആശുപത്രിയിൽ നിന്ന് നീതുവിനെ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്കും പുഴ ഗതിമാറിയൊഴുകി വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളതെന്നും അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായൊരു സ്ഥലമില്ലെന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തു. അതിനിടയിലാണ് രണ്ടാമത് ഉരുൾപൊട്ടി നീതുവിന്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങിയത്. അവസാനമായി ലോകത്തിനെ ഈ വിവരമറിയിച്ച നീതുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. നീതുവാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാറ്, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ മേടേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ശരി 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 ശരി. ഹലോ മോളെ, നിങ്ങള് സ്ഥിതി എന്താ? എവിടെയാ ഉള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല പിന്നെ ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ, സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഇപ്പം നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു ഞങ്ങൾക്ക് അറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. അല്ല മോളെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരുമിച്ച് ഒരു സ്ഥലത്താണോ ഉള്ളത്? അതെ അതെ അതെ. എവിടെ? സ്കൂൾ എങ്ങനെയാണോ? സ്കൂളിന് ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണുള്ളത്. ഞങ്ങള് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടോട് കൂടിയിട്ട് എന്താ പറയാ, ലോകം ഒന്നായിട്ട് ഇടിഞ്ഞു വരില്ല. ആ ഒരു സൗണ്ടോട് കൂടിയിട്ട് വരികയാണ്. വരുന്ന സമയത്ത് ഞങ്ങള് എഴുന്നേറ്റ് പെട്ടെന്ന്. അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയി നോക്കട്ടെ. ലാസ്റ്റ് പുറത്തിറങ്ങിയപ്പോ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇത്രയ്ക്ക് വെള്ളവും ചളിയൊക്കെ ആയിട്ട് ഞാൻ നേരെ വരെയും കൂട്ടിയിട്ട് നേരെ ടെറസിന് മേലെ പോയി. ടെറസിന് മേലെ കയറിയപ്പോ ഞങ്ങള് വീടിന്റെ താഴെ കുറെ വീടുകൾ നോക്കിയപ്പോ അതിലൊക്കെ വെള്ളമാവുന്നു. വീടിന് മേലെ കൂടെ വീടിന് താഴെ. ഞങ്ങളെ വീട് ഇരിക്കുന്നത് ലേശം ഒരു കൊണ്ടിട്ടാണ്. പിന്നെ താഴ്ഭാഗത്ത് കൂടെ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ അത് ഞങ്ങളെ വീട് പൊടിയായിട്ട് ഒരുപാട് അകലുള്ള 10-20 വീട്, 20 അല്ല അതിന് കൂടുതൽ വീടൊക്കെ പോയിട്ട് അവിടെയൊക്കെ പുഴയാണ്. പുഴ പറഞ്ഞാൽ ഒരു കടല് പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ കുട്ടികളെ അടുത്ത് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് എന്താ ചെയ്യാ, ഞങ്ങൾ പോവല്ലോ. എന്നുണ്ട് നമുക്കൊരു കാര്യമില്ല, താഴേക്ക് പോവാ, അപ്പുറത്തേക്ക് പോവാ. അപ്പൊ താഴെ അവസരത്തിന് വന്നിട്ട് അയാളെ വീട്ടിലേക്ക് ഞാൻ 4 ആളും കൂടി പോയി. അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഈ ചളി ഇതൊക്കെ വന്ന് അടിഞ്ഞിട്ട് കാല് വെക്കുമ്പോ താഴെ. അങ്ങനെ താഴുന്ന സമയത്ത് ഈ പരിപ്പൊക്കെ ഈ നമ്മൾ ഇത് വലിച്ചിട്ട് കാല് ചളി പോകുന്നത് വലിക്കൂല. നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോയപ്പോ ഈ ശ്രീനേട്ടൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ വേണുവിന്റെ കുടുംബം, പിന്നെ ഞങ്ങളെ കുടുംബം, അവരെ കുടുംബം, താമസത്തില് ആ കുടുംബം, അങ്ങനെ ആ കുടുംബത്തിന്റെ അവിടെ പോയി. അപ്പൊ ഞങ്ങൾ സുരക്ഷിതമായി വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ എവിടെയൊക്കെ വിളിച്ച് ഫോൺ വിളിച്ച് നമുക്ക് അറിയുന്നവരെയൊക്കെ വിളിച്ച് എന്താ സ്ഥിതി അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ സേഫോടാന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് ഞാൻ ഏട്ടനെ വിളിച്ചപ്പോ ഏട്ടൻ പറഞ്ഞ് ഏട്ടൻ അങ്ങോട്ട് തെറ്റേക്ക് വേണ്ട, പിന്നെ ഇവിടെ ഇതാണ് നല്ല വെള്ളം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, മരങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ